ഓക്കെ, കുറച്ചധികം തിരക്കുകളായിപ്പോയി. അതായത് റിവിഷൻ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. പെട്ടെന്ന് പരിപാടി തീർക്കാം. ഞാൻ ഇന്ന് തന്നെ മാക്സിമം എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം പെട്ടെന്ന് പഠിച്ചു പോവാം. ഓക്കെ, അപ്പം ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മാത്തമാറ്റിക്സ്. ഹൗ മെനി ഓഫ് ദീസ് സ്റ്റാർട്ട് വിത്ത് എച്ച്? ഓക്കെ, അതായത് ആദ്യം ഒരു സംഭവം തന്നിട്ടുണ്ട്. ഓക്കെ, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വേർഡ് അങ്ങ് തന്നിട്ടുണ്ട്. ഇതിന് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? അറേഞ്ച്മെന്റ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ എയും ടിയും എച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചിട്ട് എസ് എം എ ടി എച്ച് ഇ എം എ ടി ഐ സി ഇങ്ങനെ എഴുതിയാൽ ഇതെന്തോന്നാണ്? ഇതൊരു വെറൈറ്റി അറേഞ്ച്മെന്റ് അല്ലേ? അതുകൊണ്ട് എസ് അങ്ങ് നേരെ ഇപ്പുറത്ത് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇത്രയും അക്ഷരങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ എഴുതി തീർക്കുന്ന കാര്യം ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അപ്പം നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതാനുണ്ട്. എം എത്ര എണ്ണം ഉണ്ട്? 1 2 രണ്ടെണ്ണം അല്ലേ ഉള്ളത്. അടുത്ത എ എത്ര എണ്ണം ഉണ്ട്? 1 2 രണ്ടെണ്ണം ഉണ്ട്. ടി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞാൽ എച്ച് ഒരെണ്ണം അല്ലേ ഉള്ളൂ. ഓക്കെ, ഇ എത്ര എണ്ണമാണുള്ളത്? ഒരെണ്ണമാണുള്ളത്. ഐ ഒരെണ്ണേ ഉള്ളൂ. സി ഒരെണ്ണേ ഉള്ളൂ. അതല്ലാതെ പിന്നെ വേറെ ഏതും കൂടെ ഉണ്ട്? എസ് കൂടെ ഉണ്ട്. എസ് എത്രയുണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 വേർഡ്സ് അല്ല ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ലെറ്റേഴ്സ് എത്രയാണ്? ടോട്ടൽ ലെറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 11 എണ്ണം ഉണ്ട്. അതിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പരിപാടി ഏതൊക്കെയാണ് റിപ്പീറ്റ് അടിക്കുന്നത്? എം 2 എണ്ണം ഉണ്ട്, എ 2 എണ്ണം ഉണ്ട്, ടി 2 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്കൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യണം? അതിനകത്തുള്ള ഓരോന്നും എത്ര എണ്ണം വെച്ച് ആ വേർഡിനകത്തുണ്ടെന്ന് നമ്മൾ എഴുതുക. ഓക്കെ, അത് എഴുതി. ഇനി ടോട്ടൽ എത്ര അക്ഷരങ്ങൾ ഇതിനകത്തുണ്ടെന്ന് എഴുതുക, അതും എഴുതി. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എത്രയാണോ നമ്പേഴ്സ്, ലെറ്റേഴ്സ് എത്ര എണ്ണം ഉണ്ട് അതിന്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങളുടെ എല്ലാത്തിന്റെയും കൂടെ ഫാക്ടോറിയൽ കൊണ്ട് ഗുണിക്കണം. എം എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം ഉണ്ടല്ലോ. അപ്പൊ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇതും എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ബാക്കിയുള്ളതെല്ലാം എന്തോന്നു? ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്തോന്നാണ്? 1 ഫാക്ടോറിയൽ. ആ 1 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ കേസ് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 എന്നാണ്. ഓക്കെ, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നാണ്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ഇനി ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ചെയ്യുന്ന ഉത്തരം അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ചോദ്യം അതല്ല. ഹൗ മെനി ഓഫ് ദി സ്റ്റാർട്ട് വിത്ത് എച്ച് സ്റ്റാർട്ട് ചെയ്താൽ എന്തോന്നായിരിക്കും സംഭവം? അപ്പൊ നമുക്ക് ആദ്യമേ എഴുതാം. ലെറ്റ് എച്ച് be the first ലെറ്റർ ആയിട്ട് എച്ചിനെ നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെറ്റർ എച്ച് ആയിട്ട് നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിനകത്തുള്ള ബാക്കി ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്? എച്ച് മാറി കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെയാണ് ഉള്ളത്? എച്ച് പോയി കഴിഞ്ഞാൽ എം ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, സി ഉണ്ട്, എസ് ഉണ്ട്. അതായത് എച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര അക്ഷരങ്ങളുണ്ട്? 1 2 3 4 5 6 11 ഉള്ളൂ. അതിന് എച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര എണ്ണേ ഉള്ളൂ? 10 എണ്ണേ ഉള്ളൂ. ഓക്കെ, എച്ച് കൊണ്ട് വെച്ച് ഇനി ബാക്കിയുള്ള ലെറ്റേഴ്സ് അല്ലേ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ളത്. എച്ചിനി അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇല്ല. ഓക്കെ, എച്ച് ഓൾറെഡി ആദ്യം തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. എച്ച് ആദ്യമേ വെച്ചു. ഇനി ഈ പൊസിഷൻ ഇനി മാറത്തില്ല. ബാക്കിയുള്ള സാധനങ്ങൾ വേണം നമുക്ക് പല രീതിയിൽ മാറ്റി എഴുതാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാക്കി എത്ര എണ്ണം ഉണ്ട്? റിമൈനിങ് ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? റിമൈനിങ് ലെറ്റേഴ്സ് എത്രയാണുള്ളത്? 10 ആണുള്ളത്. ഓക്കെ, ഇനി അതിൽ തന്നെ റിപ്പീറ്റ് അടിക്കുന്ന ലെറ്റേഴ്സ് ആരൊക്കെയുണ്ട്? ആരൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. എം ഉണ്ടല്ലോ, എച്ച് അല്ലേ മാറിയിട്ടുള്ളൂ. എച്ച് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എമ്മും എയും ടിയും എല്ലാം ഉണ്ട്. അപ്പൊ എമ്മും ഉണ്ട്, എയും ഉണ്ട്, ടിയും ഉണ്ട്. ഇതെല്ലാം എത്ര വെച്ചാണ്? 2 വെച്ചാണുള്ളത്. അപ്പൊ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് സ്റ്റാർട്ടിങ് വിത്ത് എച്ച് അത് എത്രയാണ്? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്തോന്നാണ്? 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. പരിപാടി മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇതിനകത്ത് അറേഞ്ച്മെന്റ് എന്ന് ചോദിച്ചാലും പെർമ്യൂട്ടേഷൻ എന്ന് ചോദിച്ചാലും ചെയ്യേണ്ട പരിപാടി ഇത് തന്നെയാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ.